അപ്പോൾ ബിഫോർ വി സ്റ്റാർട്ട് ഹൗ ടു ഡൂഡിൽ അതിന് മുമ്പ് കുറച്ച് ടിപ്സുകളുണ്ട് ഷെയർ ചെയ്യാനായിട്ട്. അത് ആദ്യം കണ്ടു നോക്കിട്ട. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കണതാണ്. അതുകൊണ്ടാണ് ഞാൻ റിയൽ ടൈമിൽ ഓരോ ഷേപ്പുകൾ വരച്ച് കാണിക്കുന്നത്. ഞാൻ എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് പാറ്റേൺസുകൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. എന്നാൽ നമ്മൾ ഡൂഡിൽ മിക്കപ്പോഴും ചെയ്യണത് ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് പാറ്റേൺ തിരഞ്ഞു പോയി കഴിഞ്ഞാൽ ഡൂഡിൽ ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് നിങ്ങളുടെ നിന്ന് പോകും. അപ്പോൾ കയ്യിലൊരു പേന പേപ്പർ ഉണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ഇതേപോലത്തെ കുറച്ച് പാറ്റേൺസ് എപ്പോഴും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങി ഒരെണ്ണം കണക്ട് ചെയ്ത് അങ്ങനെ പോവുക. ഇപ്പം ഞാൻ ഇതിൽ കുറച്ച് പാറ്റേൺസുകൾ അത് എവിടെ നിന്ന് എങ്ങനെ വരയ്ക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്, ജസ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ റിയൽ ടൈമിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ അത് മസ്റ്റാണ്. കുറച്ച് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നാണ് ഇപ്പം ഞാൻ യൂഷ്വലി ചെയ്യണതും അങ്ങനെയാണ്. ഞാൻ പണ്ട് തൊട്ടേ മനസ്സിലുള്ള കുറച്ച് പാറ്റേൺസ് ഉണ്ട്. ഞാൻ എപ്പോഴും ഡൂഡിൽ ചെയ്യുമ്പോഴും അതിൽ നിന്ന് തന്നെയാണ് തുടങ്ങാറ്. അതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ ബിൽഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഓരോ സ്റ്റേജിലോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് ആ പാറ്റേൺസ് വെച്ച് ചെയ്ത വർക്കാണ്. ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ അടുത്ത റീലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ ലെങ്ത്ത് ഭയങ്കര കൂടുതലായിപ്പോവും.